നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ്. ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്താണ്, നമ്മളുടെ HTML ഫയൽസിൻ്റെ എല്ലാം കൂടെ ഗ്രൂപ്പിന് ഒരു ഫോൾഡറിലാക്കി ആ ഫോൾഡറിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നല്ലേ. നമ്മൾ ഓരോ HTML ഫയലിനെ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യുന്ന കുറച്ച് പാർട്ടുകൾ, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും അതിനെന്ത് പേര് വിളിക്കും, അതൊക്കെയാണ് നമ്മൾ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ പറയുന്നത്. ഫസ്റ്റായിട്ട് വരുന്നത് വേരിയബിൾ റെൻഡർ ആണ്. വേരിയബിൾ റെൻഡർ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പ്രോജക്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്തുണ്ടല്ലോ ഈ മോഡൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത വാല്യൂസ് നമ്മളുടെ HTML പേജിലോട്ട് റീഡ് ചെയ്തെടുത്തപ്പോഴെങ്ങനെയായിരുന്നു, അതൊരു ഡിക്ഷണറി വാല്യൂ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ഒരു വാല്യൂവിനെ നമ്മൾ ഡബിൾ കേളി ബ്രേസസിനുള്ളിലാണ് വിളിച്ചത് അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് എന്താ യൂസർ നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. യൂസർ നെയിം എന്ന് കൊടുത്തേക്കുന്നത് ഡബിൾ കേളി ബ്രേസസിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ യൂസർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഡിക്ഷണറി കീ വാല്യൂ പേരിൽ കീ വിളിച്ചേക്കുന്ന പേര് നമ്മളിപ്പോൾ ഫോർ ലൂപ്പിലോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐട്രേറ്റ് ചെയ്യുന്ന പേര് യൂസർ എന്നായിരിക്കും. അത് ഡോട്ട് പിന്നെ വിളിക്കുന്ന യൂസർ നെയിം എന്തായിരിക്കും, നമ്മളെ മോഡലിൽ ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന നെയിം ആയിരിക്കും. അപ്പം നമുക്കത് നമ്മളിതുവരെ ചെയ്ത എക്സാമ്പിളൊന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു എന്താണ് ഇതിനകത്ത് എങ്ങനെയായിരുന്നു, നമ്മളുടെ വ്യൂസ് എടുക്കുമ്പോഴത്തേക്കും വ്യൂസിനകത്ത് ഇവിടെ തന്നെ നമ്മളെന്താ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് അത് ഡിക്ഷണറി ആയിട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട്, കീ വാല്യൂ പെയർ ആയിട്ട്. എന്നിട്ട് ഈ ഒരു കീ ആണ് നമ്മൾ ഹോം പേജിൽ വിളിച്ചേക്കുന്നത്. ആ കീ നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുത്ത് ഐയിൽ കൊടുത്ത് ആ ഐ ഡോട്ട് പിന്നെ നമ്മൾ വിളിച്ചേക്കുന്ന എന്താ മോഡലിൽ കൊടുത്തിരിക്കുന്ന ഫീൽഡ് നെയിമാണ്. ഓക്കെ, ഇതാണ് നമ്മൾ വേരിയബിൾ റെൻഡർ എന്ന് പറയുന്നത്. അടുത്തതാണ് ടാഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടാഗുകൾ നമുക്ക് വരുന്ന നമ്മളുടെ ഇഫ് ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇതിനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ഫ്ലോ, നമുക്ക് ആ ഒരു എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഡേറ്റേനെ കൺട്രോൾ ചെയ്ത് ഇപ്പം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ വരണം എന്നുള്ളത് ലോജിക്കലി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ടാഗ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഇഫ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ടാഗുകൾ യൂസ് ചെയ്യുമ്പോൾ ഇനി ഇഫ് ആണെങ്കിലും ഫോർ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഫോമാറ്റ്, കേളി ബ്രേസസ് പെർസെൻറ്റേജ് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുന്നത്. അതിനുശേഷം കേളി ബ്രേസസ് പെർസെൻറ്റേജ് 2 ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഇഫ് യൂസ് ചെയ്തിട്ട് എന്താണ് കണ്ടീഷൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് എൻഡ് ഇഫ് എന്ന് പറഞ്ഞിട്ട് അത് 2 വേർഡല്ല ഒറ്റ വേർഡാണ് എൻഡ് ഇഫ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫോർ ലൂപ്പ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, കേളി ബ്രേസസ് പെർസെൻറ്റേജ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, എൻഡ് ഫോറും യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇഫ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ ഇവിടെ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫും ഫോറും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരുന്നു, കേളി ബ്രേസസ് പെർസെൻറ്റേജ് ഇഫ് എന്താണോ അവിടെ കണ്ടീഷൻ, അത് കഴിഞ്ഞ് പെർസെൻറ്റേജും കേളി ബ്രേസസും ക്ലോസ് ചെയ്യുന്നു, ലാസ്റ്റ് ഇത് 2 ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ടാഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫിൽറ്റേഴ്സും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൈപ്പ് ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഫോർമാറ്റ്, വേരിയബിൾസിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പൈപ്പ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എന്തിനായിരുന്നു, ക്രിസ്പി ഫോംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോംസിൽ നിന്നും ക്രിസ്പി ഫോംസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പൈപ്പ് കണ്ടീഷനായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, താണ്ടേ ഇവിടെ നമ്മൾ ഫോം ടാഗിനുള്ളിൽ ക്രിസ്പി ഫോംസ് വിളിച്ചപ്പോഴത്തേക്കും പൈപ്പ് ടാഗ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇതെല്ലാം DTLൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്തതാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടെംപ്ലേറ്റ് എന്താ, നമ്മളുടെ HTML ഫയൽസ്. ഇൻഹെറിറ്റൻസ് എന്താ, ഇൻഹെറിറ്റൻസ് നിങ്ങൾ പൈതണിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ക്ലാസ്സിൽ നിന്നും വേറൊരു ക്ലാസ്സിലോട്ട് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക എന്നാണ് നിങ്ങൾ ഊപ്സ് കോൺസെപ്റ്റിൽ പൈതണിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ക്ലാസ്, ഇപ്പോൾ പേരൻറ്റ് ക്ലാസ് ആണെങ്കിൽ ആ പേരൻറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ചൈൽഡ് ക്ലാസ്സിലോട്ടും പാസ് ചെയ്യുന്നു. ഇവിടെയും അത് തന്നെ, പക്ഷേ ചെറിയ വ്യത്യാസമുള്ള ഇവിടെ ടെംപ്ലേറ്റ്സുകൾ തമ്മിലാണ്
നമ്മൾ കമ്പയർ ചെയ്ത് ഒരു കോഡ് റീയൂസ് ചെയ്ത് എടുക്കുന്ന പേരൻറ്റ് ടെംപ്ലേറ്റ് ഉണ്ടാവും, ചൈൽഡ് ടെംപ്ലേറ്റ്സും ഉണ്ടാവും. അത് നമുക്ക് എക്സ്റ്റെൻഡും ചെയ്യാം, ഇൻക്ലൂഡും ചെയ്യാം. രണ്ടും ചെയ്ത് നമുക്ക് ഇൻഹെറിറ്റൻസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് കേളി ബ്രേസസ് പെർസെൻറ്റേജ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം, അതേപോലെ കേളി ബ്രേസസ് പെർസെൻറ്റേജ് ഇൻക്ലൂഡ് എന്നും പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം നമുക്കൊരു base.html എന്ന് പറഞ്ഞൊരു പേജ്, ഒരു HTML ഫയലുണ്ട്. അതിനകത്ത് നമ്മൾ ടൈറ്റിലും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറച്ച് കണ്ടൻറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേളി ബ്രേസസ് പെർസെൻറ്റേജ് ഫോമാറ്റിൽ ബ്ലോക്ക് ടൈറ്റിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും എൻഡ് ബ്ലോക്ക് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. ബ്ലോക്ക് ഇപ്പം ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കാം, കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒറ്റ വേർഡായിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഇതൊരു പേരൻറ്റ് HTML-നെയാണ്, ഇത് തന്നെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ടൈറ്റിലിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, നമുക്ക് കുറച്ച് കണ്ടൻറ്റ് ഇവിടെ ബോഡിയിൽ വരണം. അപ്പോൾ ഇതാണ് ചൈൽഡ് HTML. അപ്പോൾ നമ്മൾ ബേസ് HTML-നകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ടൈറ്റിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ആ ടൈറ്റിലിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ എക്സ്റ്റെൻഡ് base.html കേളി ബ്രേസസ് എക്സ്റ്റെൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ, ആ ബേസ് ക്ലാസ്സിൽ ചൈൽഡ് ക്ലാസ്സിലോട്ട് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ ഏത് HTML പേജാണെന്നും കൊടുത്തു, എക്സ്റ്റെൻഡ് ചെയ്യാനാണെന്നും കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താണ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യണത്? ചൈൽഡ് പേജ് എന്നാണ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള. ബ്ലോക്ക് കണ്ടൻറ്റിൽ എന്താണ്, ദിസ് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ചൈൽഡ് പേജ് എന്നും കൊടുത്തു. അപ്പോൾ ഇത് എവിടെ വരും? ആ ഒരു ബോഡി ടാഗിൽ വരും. ഇവിടെ വേറെ HTML-ൻ്റെ സ്ട്രക്ചറോ ഒന്നും എഴുതിയിട്ടില്ല. HTML-ൻ്റെ സ്ട്രക്ചറൊക്കെ എവിടെയുണ്ട്? base.html-നകത്ത് ഉണ്ട്. ഓക്കെ, ഇതാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഫോർ ലൂപ്സ് ആണ്. ഫോർ ലൂപ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇഫ് കണ്ടീഷനൊക്കെ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? കേളി ബ്രേസസ് പെർസെൻറ്റേജ് ഫോർ ഐറ്റം, എന്താണോ ഐട്രേറ്റ് ചെയ്യുന്ന ഐ ആണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇൻ എവിടെ വെച്ചിട്ടാണ്? നമ്മളിപ്പം ചെയ്തതിനകത്ത് എങ്ങനെയായിരുന്നു? ഡിക്ഷണറി കീ വാല്യൂ പെയേഴ്സിൽ കീ ആയിരുന്നു നമ്മൾ ഇൻ മൈ ലിസ്റ്റിന് പകരം നമ്മൾ പ്രോജക്റ്റിൽ ചെയ്തിരുന്നത്. എന്നിട്ട് ഡബിൾ കേളി ബ്രേസസിനുള്ളിൽ നമ്മൾ എന്താണ് മോഡൽ നെയിം എന്നും പിന്നെ ഐട്രേറ്റ് ചെയ്തെടുത്ത ഐറ്റം ആണോ അതും നമ്മൾ വിളിച്ചു. അങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് D12-നകത്ത് യൂസ് ചെയ്യുന്നത്. ഇഫ് കണ്ടീഷന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും എങ്ങനെയാണ്? കേളി ബ്രേസസ് പെർസെൻറ്റേജ് കൊടുത്ത് ഇഫ് കണ്ടീഷൻ എന്താണ്? ഇതെല്ലാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തൊക്കെ വരുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള കമൻറ്റ്സ് ആണ്. നമുക്ക് എന്താണ് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. കമൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനുള്ളത് എങ്ങനെയാണ്? ഫോർമാറ്റ് കേളി ബ്രേസസ് ഹാഷ് എന്താണോ ആ കമൻറ്റ് എന്ന് കൊടുക്കുക, ഹാഷ് ക്ലോസ് ചെയ്യുന്നു, കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ജാങ്കോയുടെ ടെംപ്ലേറ്റ് ലാംഗ്വേജസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള. അപ്പം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് തോന്നിക്കാണുമല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ജിഞ്ചർ ഫോമാറ്റൊക്കെ വരുന്നത് ഏതിൻ്റെ അണ്ടറിലാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, കമാൻഡ്സ് ഉണ്ട്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫോമാറ്റ് ഉണ്ട്, ഫോർ ലൂപ്സ് ഉണ്ട്, ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്പി ഫോംസിലായിരുന്നു ചെയ്തത്. പിന്നെ ടാഗുകൾ, പിന്നെ വേരിയബിൾ റെൻഡർ ചെയ്ത് നമ്മൾ വാല്യൂസ് റീഡ് ചെയ്തെടുക്കാനും യൂസ് ചെയ്യും. ഓക്കെ.